നിതിൻ രാജിന്റെ മരണത്തിലെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നു. സംസ്ഥാന പോലീസ് മേധാവിയാണ് ഉത്തരവിറക്കിയിരിക്കുന്നത്. കണ്ണൂർ കമ്മീഷണർ ശുപാർശ പ്രകാരമാണ് DGPയുടെ തീരുമാനം. ഹരികൃഷ്ണ ചേരുന്നുണ്ട്. ഹരി, അന്വേഷണം ശരിയായ ദിശയിൽ വേണം, കുറ്റക്കാരെ കണ്ടെത്തണം, നീതി വേണം എന്നടക്കം വലിയ പ്രതിഷേധങ്ങൾ ഉയരുമ്പോഴാണ് പുതിയ തീരുമാനം വരുന്നത്. ഏത് സംഘമായിരിക്കും അന്വേഷിക്കുക ക്രൈംബ്രാഞ്ചിന്റെ? കണ്ണൂർ ACP ആണ് നിലവിൽ ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കണ്ണൂർ കമ്മീഷണറുടെ ശുപാർശ അനുസരിച്ച് DGP ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുകയാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിക്കൊണ്ട്. ക്രൈംബ്രാഞ്ച് ADGP ഇതുമായി ഈ കേസ് അന്വേഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ടീമിനെ ഉടൻ തന്നെ രൂപീകരിക്കും. അതിനുശേഷം ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിക്കുകയും ചെയ്യും. മാത്രമല്ല 15 ദിവസത്തിനകം പ്രാഥമിക റിപ്പോർട്ട് കേസുമായി ബന്ധപ്പെട്ട് നൽകണമെന്ന് DGPയുടെ നിർദ്ദേശമുണ്ട്. 30 ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് കൈമാറണം എന്നുള്ള നിർദ്ദേശം കൂടി നിലവിൽ നൽകിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം ചില ആരോപണങ്ങളും സംശയങ്ങളും ഒക്കെ മുന്നോട്ട് വച്ചിരുന്നു. മാത്രമല്ല DGPക്ക് ഉൾപ്പെടെ അവർ നേരിട്ട് പരാതി നൽകുന്ന ഒരു സ്ഥിതി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതിനൊക്കെ പിന്നാലെയാണ് കമ്മീഷണറുടെ ശുപാർശ വരുന്നതും ഒപ്പം DGP കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊണ്ടുള്ള ഉത്തരവ് വരികയും ചെയ്തിരുന്നത്.